പുരോഹിത ദർശനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ബഹുമാന്യനായ ആദരണീയനായ ഉമ്മൻ ഫിലിപ്പച്ചനാണ്. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സഭാ സെക്രട്ടറിയായി പ്രവർത്തിച്ച അച്ഛൻ വിവിധ ഭദ്രാസന സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്തു. വിദേശത്തും സ്വദേശത്തും കേരളത്തിലും എല്ലാം പ്രവർത്തിച്ച അച്ഛനെ ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ നമസ്കാരം. നമസ്കാരം. അച്ഛന് ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ 42 വർഷം കഴിഞ്ഞു. 42 വർഷം കഴിഞ്ഞ് സഭയുടെ ഉന്നതമായൊരു പൊസിഷനിലിരുന്ന വ്യക്തിത്വമാണ്. അച്ഛൻ മിനിസ്ട്രിയിൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു അനുഭവത്തിൽ വരാനായിട്ടിടയായിട്ടുണ്ടോ? എന്താണ് ഈ 42 വർഷത്തിലധികം സഭയിൽ പ്രവർത്തിച്ചപ്പോഴുണ്ടാകുന്ന ഒരു അനുഭവം എന്താണ്? സഭാ ശുശ്രൂഷ അതിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറി വിശ്രമ ജീവിതം നയിക്കുമ്പോൾ ഞാൻ പൂർണ്ണ തൃപ്തനാണ്. എല്ലായ്പ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ മാതാപിതാക്കളിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഏറെക്കാലം സെക്രട്ടറി ആയിരുന്ന ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് അത്താനാസ്യോസ് തിരുമേനിയും സക്കറിയാസ് തിയോഫിലോസ് തിരുമേനിയുമായിട്ടൊക്കെ എനിക്ക് സംസർഗത്തിലൂടെ ലഭിച്ച ഗുരുതുല്യമായ അവരുടെ പരിചരണം ഒന്ന് രണ്ട് കാര്യങ്ങളിൽ എനിക്ക് വളരെ സൂക്ഷിച്ചു നിൽക്കാനിടയായിട്ടുണ്ട്. ഒന്ന് ഇൻറ്റഗ്രിറ്റിയാണ്. അതിൽ നിന്ന് ഒരിക്കലും എനിക്ക് പിന്മാറേണ്ടി വന്നിട്ടില്ല. ഒരു കുറുക്ക് വഴിയും ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ശീലിച്ചിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. ഒരു കാര്യം സാധിക്കാൻ എനിക്ക് അത്തരത്തിൽ ഡിപ്ലോമസിയും ഇല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ ജീവിതം സുതാര്യമാണെങ്കിൽ ആരെയും ഭയപ്പെടാനില്ല. പ്രത്യേകിച്ച് ഞാൻ സഭാ സെക്രട്ടറി ആയിരുന്ന 2014-17 ഭാഗ്യസ്മരണാർഹനായ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ ശുശ്രൂഷാകാലമാണ്. ഞാൻ ഈ പദവിയിൽ നൽവരത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ എനിക്കുള്ള പഴയ പരിചയം കൊണ്ട് CG അലക്സാണ്ടർ അച്ഛനും AC കുര്യനച്ഛനുമൊക്കെ എനിക്ക് പലപ്പോഴായുള്ള സംഭാഷണങ്ങളിലൂടെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. 1967 റിട്ടയർഡ് ജഡ്ജ് A ചെറിയാച്ചൻ സഭാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ യൂഹാനോൻ മാർത്തോമാ മെത്രാപ്പൊലീത്ത ഒരു സെക്രട്ടേറിയൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, എക്സാക്ട്ലി പറഞ്ഞാൽ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് സഭാ സെക്രട്ടറി എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചാർജ് എടുത്ത ഉടനെ തന്നെ ആ ഡോക്യുമെൻ്റ് കരസ്ഥമാക്കുകയും പഠിക്കുകയും അതിൻ്റെ ഒരു കോപ്പി ജോസഫ് മാർത്തോമായ്ക്കും ഓഫീസിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ഇല്ല, ഫൈനാൻസ് മാനേജറായിട്ടിരുന്ന ജോർവിൻ അച്ഛനും കൊടുത്ത് എനിക്ക് അത് ഒട്ടും തെറ്റാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതുകൊണ്ട് യാതൊരു വിവാദങ്ങളിലും പ്രവേശിക്കേണ്ടി വന്നിട്ടില്ല, യാതൊരു തീരുമാനത്തെക്കുറിച്ചും ദുഃഖിക്കേണ്ടിയും വന്നിട്ടില്ല. ഞാൻ സെക്രട്ടേറിയൽ ജോലിയിൽ എപ്പോഴും സൂക്ഷിച്ചിരുന്നൊരു കാര്യം, അതെനിക്ക് CG അലക്സാണ്ടർ അച്ഛനെ പോലെയുള്ള ആളുകളിൽ നിന്ന് കിട്ടിയ നർച്ചറിങ് കൊണ്ടാണ്. ഞാനൊരു പള്ളിയിലായാലും അതിൻ്റെ ചുമതലയിൽ പ്രവേശിച്ചാൽ ഒരു മിനിമം 30 വർഷത്തെങ്കിലും പുറകോട്ട് പോയിട്ട് അതിൻ്റെ മിനിറ്റ്സ് കൃത്യമായിട്ട് വായിക്കും. അപ്പം ഒരു പിന്നോട്ട് നോക്കി ഒരു 25 വർഷം, ഒരു 30 വർഷം എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, എന്ത് ചെയ്തിരുന്നു, എവിടെ ഏത് കാര്യം പാളിപ്പോയി, അതിലേത് കാര്യം എനിക്ക് തിരുത്താം എന്ന വളരെ ശ്രദ്ധാലുവായിട്ടാണ് മുൻപോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്ന് വളരെ സന്തോഷത്തോടെ പറയാം. ഓക്കെ അച്ഛാ, അച്ഛന് അഡ്മിനിസ്ട്രേഷൻ രംഗത്താണ് ഇരുന്നത്. അതിനകത്തുനിന്ന് അച്ഛൻ പറഞ്ഞത് നമ്മൾ കൃത്യമായി ഇൻറ്റഗ്രിറ്റിയോട് കൂടെ പ്രവർത്തിച്ചു, ഒരാർജവം ഉണ്ടായിരുന്നു. ഈ ആർജവം തരുന്നത് ദൈവമല്ലേ? എങ്ങനെയാണ് ഈ ആർജവം സ്വായത്തമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള പ്രാർത്ഥന, ഒരു പുരോഹിതൻ്റെ ദർശനം എന്താണ്? രണ്ട് കാര്യങ്ങളുണ്ട് അച്ഛൻ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, ഇതിൽ കുറേ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ.
എൻ്റെ ഫാദർ ഒരു കാലഘട്ടത്തിൽ ഡിസ്ട്രിക്ട് ഹെൽത്ത് സൂപ്പർവൈസറും ഫുഡ് ഇൻസ്പെക്ടറും ഒക്കെ ആയിട്ട് ജോലി ചെയ്ത ആളാണ്. തൻ്റെ ഔദ്യോഗിക നിലയിൽ തന്നെ കാണാൻ വരുന്ന ആളുകളോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹം ഒരു 40 വർഷമെങ്കിലും ഞങ്ങളുടെ ഇടവകയെ പ്രതിനിധീകരിച്ച് പല കാലഘട്ടങ്ങളിലായി സഭാപ്രതിനിധി മണ്ഡലമായിരുന്നു. അപ്പം സഭയെക്കുറിച്ചൊക്കെയുള്ള ടോക്സ്, സഭയെക്കുറിച്ചൊക്കെയുള്ള ധാരണ എനിക്ക് വീട്ടിൽ നിന്ന് നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കൊരു 4 വയസ്സുള്ളപ്പം എൻ്റെ മദർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ, നിന്നെ ഞാനൊരു താങ്ക്സ് ഗിവിങ് ഓഫറായിട്ട് കർത്താവിന് സമർപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ദൈവ ശുശ്രൂഷ നിൻ്റെ ഒരു പരിഗണനയും നിൻ്റെ ഒരു പ്രയോറിറ്റിയുമായിരിക്കണം എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ മാരാമണ്ണിലെ ഈ സുവിശേഷ വേലക്കാരുടെ സമർപ്പണത്തിന് കൊണ്ടുപോകുന്ന ഒരു പതിവൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ വളരെ ലേറ്റായിട്ട്, എക്സാക്ട്ലി ഞാൻ ക്രിസ്ത്യൻ കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴാണ് ഞാൻ ശരിക്കും ഒരു തീരുമാനത്തിൽ വരുന്നത്. അതിന് പൈലിയച്ഛന് വലിയൊരു റോളുണ്ടായിരുന്നു. ഞാൻ ആ കാലഘട്ടത്തിൽ NSSൻ്റെ സെക്രട്ടറി ആയിരുന്നു. SCMൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. മാർത്തോമ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ എനിക്ക് എൻ്റെ ബാച്ചിൽ പഠിച്ച പ്രൊഫസർ ജോർജ് കുര്യൻ, തോമസ് കെ ജേക്കബ്, അവരുമായിട്ടൊക്കെയുള്ള ഒരു അസോസിയേഷനിൽ എനിക്ക് അതിനുള്ള അവന്യൂസൊക്കെ ഉണ്ടായി. ഒരിക്കൽ ഞാൻ പൈലിയച്ഛൻ്റെ മുൻപിൽ ചെന്നുപെടേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായപ്പോൾ അച്ഛൻ എന്നോട് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഉമ്മൻ, വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം? ഹാവ് യു എവർ തോട്ട് ഓഫ് ബിക്കമിങ് എനിത്തിങ് ഇൻ ലൈഫ്? അച്ഛൻ്റെ വളരെ ഗൗരവമായ ചോദ്യം എന്നെ ശരിക്കും ചിന്തിപ്പിച്ചു. രണ്ടാമത് അച്ഛൻ ചോദിച്ച ചോദ്യമാണ്, ഉമ്മൻ, ദി എമൗണ്ട് ഓഫ് മണി യുവർ പേരൻസ് ആർ ഇൻവെസ്റ്റിംഗ് ഓൺ യുവർ ഡ്രസ്, ഓൺ യുവർ ഷൂസ്, ഹാവ് യു എവർ റിയലൈസ്ഡ് ദ പെയിൻ ബിഹൈൻഡ് ദാറ്റ്? മൂന്നാമത്തെ കാര്യം, ഉമ്മൻ, suppose when you come to college next year without finishing your degree, would you think, will somebody mind you with all your extracurricular activities of this college? ഈ 3 ചോദ്യങ്ങൾ വളരെ ഗൗരവമായി ജീവിതത്തെ കാണാനും പിന്നീടൊരു തീരുമാനത്തിലേക്ക് വരാനും ഞാൻ 1977 തന്നെ വൈദിക സെലക്ഷൻ ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിൽ വരാനും പൈലിയച്ഛൻ ആ ബോർഡിൽ ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്. ഭാഗ്യസ്മരണാർഹനായ തോമസ് അത്താനാസ്യൂസ് പനമ്പുന്ന തിരുമേനി ചോദിക്കുന്നു, ഇവനെ അച്ഛനാക്കിയാൽ എങ്ങനെയാണ്? അപ്പോൾ പൈലിയച്ഛൻ്റെ മറുപടി, ഉമ്മൻ ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്റ്, ഹീ ഈസ് ഇൻവോൾവ് ഇൻ മെനി തിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ആത്മാഭിമാനം, നമ്മുടെ ഒരു ദൈവവിളിയെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ബോധം, അതാണ് പിന്നീടും ഈ പല കാര്യങ്ങളിലൊക്കെ കാലുറപ്പിച്ച് നിൽക്കാനൊക്കെ സഹായകമായി എന്ന് പറയുന്ന കാര്യങ്ങൾ. അച്ഛാ, പൈലിയച്ഛൻ്റെ ഒരു സ്വാധീനം പ്രിൻസിപ്പൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അച്ഛനുണ്ടായിരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ഒരു പുരോഹിതന് എങ്ങനെയാണ് യങ്സ്റ്റേഴ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്നത്? അച്ഛൻ്റെ ഒരു ദർശനം എന്താണ്? പൗരോഹിത്യ മേഖലയിലെ എൻ്റെ ഒരു ദർശനത്തെക്കുറിച്ച് അച്ഛൻ ചോദിച്ചാൽ, ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം, അതിലൊരു വാക്യമുണ്ട്. അത് ശമൂവേലിൻ്റെ പൗരോഹിത്യ ദർശനമാണ്. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യാൻ ഇടവരരുത്. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. എ പ്രേയിങ് ക്രിസ്ത്യൻ മിനിസ്റ്റർ, എ മോഡൽ ക്രിസ്ത്യൻ മിനിസ്റ്റർ. ഇത് സഭ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലത്തിലാണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് പ്രോഗ്രാം ഓറിയൻറ്റഡ് കാലമാണ്. ഇൻഡിവിജ്വൽസിനെ നമ്മൾ തീരെ ശ്രദ്ധിക്കുന്നോ എന്നെനിക്ക് സംശയമുണ്ട്.
എൻ്റെ ശുശ്രൂഷ കാലത്ത് ഞാനൊരു 25 വർഷം പാരിഷസിലിരിക്കുമ്പോൾ എനിക്ക് ഒന്നിലധികം ചെറുപ്പക്കാരെ സ്വാധീനിക്കാനും അവരെ മിനിസ്ട്രിയിൽ കൊണ്ടുവരാനും ഇടയായിട്ടുണ്ട്. പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഭാഗമാകണം. അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റഗ്രിറ്റി ഒക്കെ ഉണ്ടാകുന്ന ആ ദൈവകൃപ കൊണ്ടാണ്. ഹൗ ടു ഇൻസ്പയർ ആൻഡ് ഇൻഫ്ലുവൻസ് അതേഴ്സ്, അതെങ്ങനെയാണ് ഇന്ന് സാധിക്കുന്നത്? അച്ഛൻ ഉദാഹരണങ്ങളിലൂടെ ഒന്ന് പറയാൻ പറ്റുമോ? ഹൗ ടു ഇൻസ്പയർ ആൻഡ് ഇൻഫ്ലുവൻസ് അതേഴ്സ്, എക്സ്പെഷ്യലി നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ, അവരെ സ്വാധീനിച്ച് മിനിസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ. എനിക്ക് ബി എ മോഡൽ എന്ന് പറഞ്ഞു. എനിക്ക് എല്ലായ്പ്പോഴും ഒരു 2-3 പേര്, അത് അച്ഛന്മാരാകാം, അൽമായക്കാരാകാം, പ്രയർ പാർട്ട്നേഴ്സ് ഉണ്ട്. അത് ഞാൻ അടൂർ ഇമ്മാനുവൽ ഇടവകയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ഭാഗ്യസ്മരണാർഹനായ ഈശോ മാർ തീമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനിയാണ് അടൂർ അരമനയിൽ. അന്ന് തിരുമേനിയുടെ സെക്രട്ടറി ഫുൾ ടൈം NM ചെറിയാനച്ചൻ ചാർജ് എടുക്കുന്നതിന് മുൻപേ ഒരു ഗ്യാപ്പിൽ ഞാൻ കുറച്ച് വോളണ്ടിയർ വർക്ക് ചെയ്തതാണ്. തിരുമേനി പറയുന്ന ഒരു കാര്യം എന്നെ വളരെ സ്പർശിച്ചിട്ടുണ്ട്. അത് കർത്താവ് തന്നെ എടുത്ത് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും പറയുന്നുണ്ട്. നിങ്ങളിൽ 2 പേർ ഐകമത്യപ്പെട്ട് ഒരു കാര്യം എന്നോട് യാചിച്ചാൽ അത് ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ അങ്ങനെയാണ് പിൽക്കാലത്ത് എനിക്ക് നമ്മുടെ ചില അച്ഛന്മാരുണ്ട്, ചില അൽമായക്കാരുണ്ട്, നമ്മുടെ അച്ഛന്മാരും പലരും ഉണ്ട്. അപ്പം ഞാനൊരു ഭക്തനാണെന്ന് കാണിക്കുകയല്ല, ഈ പ്രെയർ ലൈഫ് തന്നെ റിയലാണ് എന്ന് തോന്നുമ്പോൾ പല ആളുകൾ അങ്ങനെ. അതെ അച്ഛാ, നമ്മുടെ ലൈഫിൽ പ്രാർത്ഥനയിൽ ഒരുപാട് കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. പള്ളിയിലെ പ്രാർത്ഥന, അതുപോലെ തന്നെ രോഗികൾക്ക് വേണ്ടിയുള്ള സൗഖ്യം, അത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. അത് ബിക്കോസ് ഓഫ് അവർ പ്രെയർ അത് അവർ മനസ്സിലാക്കിയിട്ട് വരുന്നുണ്ട്. ഈ മിനിസ്ട്രിയിൽ അച്ഛൻ പറഞ്ഞല്ലോ ഈശോ മാർ തീമോത്തിയോസ് തിരുമേനിയുടെ കൂടെ വർക്ക് ചെയ്തു എന്ന് പറയുന്നു. ഈശോ മാർ തീമോത്തിയോസ് തിരുമേനി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സദാ ഒരു മനുഷ്യൻ, ഭക്തനായ ഒരു മനുഷ്യൻ, പ്രാർത്ഥനാ ലൈഫുള്ള ഒരു മനുഷ്യൻ. അതിൽ നിന്ന് കണ്ടുപിടിച്ച ചില കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അച്ഛൻ കണ്ടുപിടിച്ചത്? അതാണ് ഈ പ്രാർത്ഥന. അതിനകത്തുനിന്ന് തിരുമേനിക്കും വേറിട്ട് നിൽക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ തിരുമേനി അങ്ങനെ സ്വാധീനങ്ങൾക്കൊന്നും വഴങ്ങുന്ന ആളായിരുന്നില്ല. ഒരാൾക്ക് പോലും തിരുമേനിയെ വന്ന് ഒരു കാര്യം പറഞ്ഞ് സ്വാധീനിക്കാനൊന്നും സാധിക്കില്ലായിരുന്നു. ആവശ്യമില്ലാത്ത ഇൻഫ്ലുവൻസ്. ഒരു ഭക്ഷണത്തിന് കൊണ്ടുപോവുക, വേറൊരിടത്ത് കാഴ്ച കാണാൻ കൊണ്ടുപോവുക, ഒരു വേറിട്ട് അവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ കൊണ്ടുപോവുക, അതൊന്നും അദ്ദേഹം ഒരു കാലത്തും ചെയ്തിരുന്നില്ല എന്ന് എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ഈശോ മാർ തീമോത്തിയോസ് തിരുമേനി ആ വിധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഡെയർ ടു ബി ഡിഫറെൻ്റ് ആയിരുന്നു. ഡെയർ ടു ബി ഡിഫറെൻ്റ്. ഇന്ന് ആ ഒരു കാലഘട്ടം മാറിപ്പോയിട്ടില്ലേ? പലരുടെയും സ്വാധീനത്തിൽ പെടാനായിട്ട് ഇടയാവുന്നില്ല. നമ്മളെല്ലാം വളരെയധികം മാറിയിട്ടുണ്ട്. സഭ ഈ മാറ്റങ്ങളുടെ കാലത്ത് പ്രത്യേകം നേതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മളെ ഒരാൾ വശീകരിക്കാനിടയാവരുത്. അച്ഛനകത്ത് പ്രാരംഭത്തിൽ ചോദിച്ചായിരുന്നല്ലോ, കണ്ടൻമെന്റ് ഇൻ ലൈഫ്, സംതൃപ്തി, നമുക്ക് കിട്ടിയതിനെ കുറിച്ചൊക്കെ ഒരു സംതൃപ്തി. അത് ഒരിക്കലും സംതൃപ്തി എന്ന് പറയുന്നത് ഒരിക്കലും കമ്പോളത്തിൻ്റെ ഉൽപ്പന്നമല്ല, വ്യക്തിപരമായി ആർജിക്കുന്ന ഒരു അനുഭവം, നമ്മളെ പരിശീലിക്കുന്ന. ഒരു കാലത്ത് സഭയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു ദൈവം നടത്തി, ദൈവം നടത്തുന്നു. ഇന്നത് എവിടെ കേൾക്കും നമ്മൾ? അച്ഛാ, നമ്മളെല്ലാം വന്നത് ഒരു പക്ഷേ ജോലി സാഹചര്യം, മറ്റ് സാഹചര്യമൊക്കെ ഈ അടുത്ത കാലത്താണ് കൂടുതൽ വന്നിട്ടുള്ളത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ അന്തസ്, അഭിമാനം, അതുപോലെ തന്നെ ഒരു കുടുംബ മഹിമ എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് മഹിമ, പണത്തിൻ്റെ ഒന്നുമല്ല, പ്രശസ്തി ഒന്നുമല്ല. പക്ഷേ അവിടെയൊക്കെ ഒരു ഡിസിപ്ലിനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻഡ് ലൈഫും മോറൽ ടീച്ചിങ്ങും ഉണ്ടായിരുന്നു. പിതാവിനെ പറ്റി പറഞ്ഞ സമയത്ത് നമ്മൾ പിതാക്കന്മാരും മാതാക്കളും നമ്മളെ ചില കാര്യങ്ങളിൽ ഉപദേശിക്കുമായിരുന്നു. മോറൽ ടീച്ചിങ്, ഡിസിപ്ലിനറി, അത് ഇന്ന് പോയിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ടെന്ന് മാത്രമല്ല, ഞാനിത് പറയുമ്പോൾ ഞാൻ വളരെ പ്രത്യേകതകളോട് ഓർക്കേണ്ട ഒരാളാണ് KC തോമസ് അച്ഛൻ. KC തോമസ് അച്ഛൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഹസ്ബൻഡാണ്. കരിമ്പിൽ ചെറിയാച്ചൻ്റെ മകനാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ വികാരി ജനറൽ തോമസ് ചെറിയാനച്ഛൻ്റെ പിതാവ്. അപ്പച്ചനൊക്കെ സൂക്ഷിച്ചിരുന്ന
ഒരു ഒരു നിഷ്ഠ, ചിട്ട, മര്യാദ, അതൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ്. സെമിനാരിയിൽ ഞാൻ എന്ന അവധിക്ക് വന്നാലും ഞാൻ കല്ലൂപ്പാറ വഴിയാണ് പോകുന്നത്. ഞാൻ കല്ലൂപ്പാറ വഴി പോകുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൽ അപ്പച്ചൻ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കാനുള്ള ഡയറി ബുക്കുണ്ടാകണം. എനിക്ക് എഴുതുന്ന എഴുത്തുകളിനകത്ത് പ്രത്യേകം അദ്ദേഹം ഇൻസ്ട്രക്റ്റ് ചെയ്യുമായിരുന്നു. രാവിലെയുള്ള പ്രാർത്ഥന, മക്കളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. പഴയ കാലഘട്ടങ്ങളിൽ ഒരു പുരോഹിതന് മറ്റുള്ള ആളുകളെ ലിസൺ ചെയ്യുന്ന ഒരു പദ്ധതി, പ്രത്യേകിച്ച് ആളുകളെയല്ല, മുമ്പേ പറന്നുപോയ ആളുകൾ അല്ലെങ്കിൽ മുമ്പേ പോയ ആളുകൾ, അവരുടെ അനുഭവങ്ങൾ അതൊക്കെ കേൾക്കാനുള്ളൊരു തൻ്റെ ഇടവും അതുപോലെ തന്നെ അതിനൊരു മനസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇന്ന് നിന്ന് പോയിട്ടില്ലേ? ഉണ്ട്. അനുഭവം പകർന്നു കൊടുക്കുന്നത് തന്നെ അവർക്കൊരു ഒരു അഭിമാനമായിരുന്നു. അതെ. അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞെന്നാണ് എൻ്റെ വിചാരം. ദൈവം നടത്തി എന്ന് പറയുന്നതിനകത്ത് തന്നെ അവർക്കൊരു അഭിമാനം ഉണ്ടായിരുന്നു. ഇന്ന് അത്തരത്തിലൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള അസോസിയേഷൻ എന്നുള്ളതല്ലാതെ സ്ഥായിയായ ബന്ധങ്ങളൊന്നുമില്ല. ഞാൻ പറയാറുണ്ട്, കമ്മ്യൂണിക്കേഷൻ, ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ, ഐഡിയാസ്, ആറ്റിറ്റ്യൂഡ് ഇൻ എ മൂഡ് ഓഫ് മ്യൂച്വാലിറ്റി. ആ ഒരു ആത്മബന്ധം ഉണ്ടെങ്കിലേ ചോദിക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. ആത്മബന്ധം ഉണ്ടെങ്കിൽ ചോദിക്കുള്ളൂ. രണ്ടാമത്, ഈ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ, ഇപ്പം പറയാം, നമ്മൾ ഇടവതലത്തിൽ പല കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ കേൾക്കാനും ഞാൻ മിടുക്കനാണ് എന്ന് ചിന്ത ഇല്ലാത്തത് കൊണ്ട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പുരോഹിതന്മാർക്ക് അതുണ്ടാവണം. മറ്റുള്ള ആളുകളിൽ നിന്ന് കേട്ട് പഠിക്കാനുള്ള ഒരു താല്പര്യവും മനോഭാവം ഉണ്ടാവണം. അത് മിനിസ്ട്രിയുടെ ഭാഗമാണ്. അച്ഛൻ 2 മിനിസ്ട്രിയാണ് കൈകോർത്ത് പിടിച്ചു കൊണ്ടുപോയത്. ഒന്ന്, അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് സഭയുടെ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സഭാ സെക്രട്ടറി ആവുന്നു. മറുവശത്ത് ഇടവക തലത്തിലെ ഒരു പട്ടക്കാരനായിട്ട്, വൈദികനായിട്ടിരിക്കുന്നു. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ വന്നുപെട്ടിട്ടുണ്ട്. കാരണം ഡൈവേഴ്സിഫൈ മിനിസ്ട്രിയൊക്കെ മാർക്കസ് തിരുമേനിയുടെ വലിയ ദർശനങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള മിനിസ്ട്രി ഏതാണ്? പാരിഷാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ എപ്പോഴും സന്തോഷം. അതാണ്. അത് നമ്മൾ വ്യക്തികളുമായിട്ട് ഡീൽ ചെയ്യുന്നതും മറ്റേത് കടലാസുമായിട്ട് ഡീൽ ചെയ്യുന്നതും ഇതിനകത്തും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടെന്നാണ് എൻ്റെ വിചാരം. മുമ്പേ അച്ഛൻ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും വരിക. അഡ്മിനിസ്ട്രേഷൻ, പാരിഷ്, അതിൽ എനിക്ക് എപ്പോഴും സന്തോഷം പാരിഷാണ്. ഞാൻ ഇൻഡിവിജ്വലിനെയാണ് ഡീൽ ചെയ്യുന്നത്. കോവിഡ് കാലത്താണ് ഞാൻ വാരിക്കാട് സെഹിയോൻ ഇടവകയിൽ എൻ്റെ അവസാന 3 വർഷം വരുന്നത്. ഒരുമാതിരി ആളുകളുമായിട്ടെല്ലാം പരിചയമായി അങ്ങോട്ട് ആക്ടിവിറ്റീസിലേക്ക് വരുമ്പോഴാണ് എല്ലാം ലോക്ക്ഡൗൺ ആകും. അപ്പോൾ ഒരു സ്ത്രീ എന്നോട് രാവിലെ വന്ന് പറയുകയാണ്, അച്ഛാ, യാതൊന്നുമില്ല, എന്ത് ചെയ്യണം എന്ന നിശ്ചയമില്ല. ഞാൻ ഉടനെ തന്നെ ഒരു മെസ്സേജ് നമ്മുടെ ഇതിനകത്ത് ഇട്ടു. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഒരു സ്ത്രീ നടക്കാൻ പോയി വരുമ്പോൾ എന്നെ 10,000 രൂപ ഏൽപ്പിക്കുന്നു. ഉടനെ തന്നെ ഞാൻ സെക്രട്ടറിയെ വിളിച്ച് ആ പണം അവിടെ എത്തിച്ചു കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കാലം ഒരു 2 വർഷത്തോളം ഒരു 25 ലക്ഷം രൂപ എൻ്റെ കയ്യിലൂടെ ആളുകളിലേക്ക് ചെന്ന് കാണും. അതിൽ എൻ്റെ ടൈത്തെന്ന് പറയുന്നത് എത്ര ശതമാനം ഉണ്ടാകും എന്ന് അച്ഛൻ ഊഹിക്കാവുന്നതാണ്. ബാക്കി പണമെല്ലാം ആളുകൾ തന്നതാണ്. എന്നാൽ ഇത് ആർക്കാണ് കൊടുത്തത്, ആരാണ് തന്നത് എന്ന് ആ ബെനിഫിഷ്യറിയോട് മാത്രം പറയും. നമ്മുടെ ഒരു ഇത് സൂക്ഷിക്കാനായിട്ട്, അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കാനായിട്ട്. അതെ, നമ്മുടെ മിനിസ്ട്രിയിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം, നമ്മൾ ശരിക്കും പാലം പണിയുന്നവനാണ്. അതെ, കൺസേൺ ഫോർ അതേഴ്സ്, വി ഡീൽ വിത്ത് പീപ്പിൾ. തന്നെയല്ല വെച്ചാൽ നമ്മുടെ ഒരു മധുവായിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വന്ന് നമ്മൾ നമ്മുടെ മാംസവും മജ്ജയുമായിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ചോദിച്ചാൽ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. എത്രയിടത്ത് നമുക്ക് പേഴ്സണൽ അനുഭവമുണ്ട്. ഞാൻ കേരളത്തിന് വെളിയിലുള്ള പള്ളികളിൽ ഇരിക്കുമ്പോൾ 4ാമത്തെ റൂസ്മ കഴിഞ്ഞാൽ നേരെ ഞാൻ പടിഞ്ഞാറേ വാതിലിൽ വരും. പ്രത്യേകിച്ച് ഞാനിരുന്ന കൽക്കട്ട പാരിഷൊക്കെ പടിഞ്ഞാറേ വാതിൽ കൂടെ ആളുകൾക്ക് ഇറങ്ങാനൊക്കെ ഉള്ളൂ. അതൊരു മൾട്ടി ലെവൽ കൺസ്ട്രക്ഷൻ.
അതേ സ്റ്റൈലാണ് എറണാകുളം ശാലയും ഇപ്പം പണി കഴിപ്പിച്ചിരിക്കുന്നത്. അവിടെ വന്ന് ഞാൻ പടിഞ്ഞാറേ വാതിലിലൂടെ ഇറങ്ങി വരുന്ന ആളുകളുമായിട്ട് നമുക്കറിയാം മിക്കവാറും വിഷ് ചെയ്ത് സംസാരിച്ചൊക്കെ പോകാനായിട്ട് മുഴുവൻ ആളുകളെയും കാണാൻ വിദേശത്തെ ഒരു പ്രത്യേകതയായിരുന്നു അത്. അതെ അതെ. ഒരു പുരോഹിതൻ ദേശത്തെ പട്ടക്കാരനാണ്, സമൂഹത്തിൻ്റെ ആളാണ്. നമ്മളൊക്കെ ജീവിച്ച ഗ്രാമത്തിൻ്റെ നന്മയായിരുന്നു അയലത്തേക്ക് ചെറു തീ കൊടുക്കുക. അന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിൽ തീ പുകഞ്ഞാൽ അടുത്ത വീട്ടിൽ ഒരു പക്ഷേ കഞ്ഞി വെക്കാനോ അതിനുള്ള സാഹചര്യമില്ലായിരുന്നു. ഇവൻ തീ പോലും ഷെയർ ചെയ്യും. അയലത്തേക്ക് ഇത്തിരി തീ കൊടുക്കുക എന്ന് പറയുന്ന സാഹിത്യകാരന്മാർ പറയുന്ന ഒരു സംഭവമാണ്. ആ തീയിലൂടെ ഊഷ്മാവായി, സ്നേഹമായി, പാചകത്തിന് വേണ്ടിയായി, അടുത്ത വീട്ടിലെ ആളിൻ്റെ ചൂട് കൊടുക്കത്തക്കവണ്ണം നെരിപ്പോടുകളെ അത് കത്തിക്കാനൊക്കെ ഉപയോഗിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ആത്മബന്ധം ഉണ്ടായിരുന്നു. ഇന്ന് നാം ജീവിക്കുന്ന പശ്ചാത്തലങ്ങളിൽ ഒരു മതസൗഹാർദ്ദവും മതമൈത്രിയും നിലനിർത്തേണ്ട കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇന്ന് നമുക്കത് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ? അച്ഛൻ്റെ ദർശനം എന്താണത്? ഞാനിപ്പം ഇവിടെ തിരുവല്ലയിൽ ഹൗസിംഗ് ബോർഡിൻ്റെ സ്റ്റേജ് 2-ലാണല്ലോ. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം അവിടെ താമസിക്കുന്നത്. എൻ്റെ ഒരു വലിയ താല്പര്യമാണ് അവിടുത്തെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് നിർത്തുക, കാണണം. അതുകൊണ്ട് ഇപ്പം ഞാൻ കമ്മ്യൂണിറ്റി മീറ്റിങ്ങിനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആളുകളും മാർത്തോമാക്കാരും ക്രിസ്ത്യൻസുമാണ്. വളരെ കുറച്ചേ ഉള്ളൂ നമുക്കപ്പുറമുള്ള ആളുകൾ. എന്നാൽ അവരെയൊക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് വ്യക്തിപരമായി താല്പര്യമാണ്. അവിടെയാണ് ഞാനൊരു അച്ഛനായി അവരുടെ ഇടയിൽ താമസിക്കുമ്പോൾ അവർക്ക് ഞാൻ അവർക്കും ഒരു പ്രിയപ്പെട്ടവനായിട്ടൊക്കെ തോന്നുന്നത്. അതൊക്കെ തോന്നുന്നിടത്താണ് മതം വേർതിരിവുകളില്ലാതെ ആളുകളെ കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നത്. മൈത്രി ഉണ്ടാവും. അതുകൊണ്ടേ സഭയ്ക്കൊരു റിലവൻസ് ഉള്ളൂ. ഇന്ന് ആ റിലവൻസൊക്കെ കുറേശ്ശെ എൻ്റെയും അച്ഛൻ്റെയും നോട്ടവും വാക്കും ഒക്കെ കൊണ്ട് ലൈഫ് സ്റ്റൈലും ഉണ്ട്, മാറിപ്പോകുന്നു. കുറേയൊക്കെ ഇപ്പം നമ്മൾ നടന്നു പോകുന്ന രീതിയൊക്കെ ഇപ്പോൾ കുറഞ്ഞല്ലോ. ഓക്കെ, നമ്മൾ പഴയ നടക്കുമ്പോഴാണല്ലോ ഈ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത്, സംസാരിക്കുന്നതും കാണുന്നതും. അച്ഛാ, ഇത്ര നേരം അച്ഛൻ്റെ ചില ദർശനങ്ങളും അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള കാര്യങ്ങളും ഒക്കെ പങ്കുവച്ചു. ഈ ആധുനിക തലമുറയോട്, അല്ലെങ്കിൽ നമ്മളൊക്കെ സീനിയർ ആവുന്നു, ഞാൻ അച്ഛനേക്കാൾ കുറച്ചുകൂടെ ഉള്ളതാണ്. അപ്പോൾ പുതിയ തലമുറയിൽ വരുന്ന പുരോഹിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളോട് അച്ഛന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് പറയാൻ പറ്റില്ല, ദർശനങ്ങൾ എന്തൊക്കെയാണ്? ഒരു പുരോഹിതൻ എന്തായിരിക്കണം? പുരോഹിതൻ പാലം പണിയുന്നവനായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ഇന്നലെ എന്നെ ഇന്ന് ഫൈനൽ ഇൻ്റർവ്യൂവിന് പ്രവേശിക്കുന്ന ആൾ കാണാൻ വന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഉപദേശം, നമ്മളൊക്കെ സെമിനാരിൽ ചെന്ന് പാസ്ട്രേലിയ പഠിച്ചു തുടങ്ങുന്ന കാലത്ത് അന്നത്തെ പാസ്ട്രേലിയ അധ്യാപകൻ നമ്മെ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്, ഹൗസ് വിസിറ്റിംഗ് പാസ്റ്റർ മേക്സ് ചർച്ച് ഗോയിങ് പീപ്പിൾ. എന്നാൽ ഇന്ന് അത് നമ്മുടെ ശീലത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഞാനൊക്കെ ഇപ്പോഴും വലിയ മിടുക്കനായ അച്ഛനായിട്ടൊന്നുമില്ല. എനിക്ക് ഇടവകയിൽ വിഭാഗികത ഉണ്ടാകാതെ സൂക്ഷിക്കാനൊക്കെ സാധിച്ചതിൻ്റെ ഒരു മെയിൻ കാരണം, ഒരു 3 മാസത്തിലൊരിക്കലെങ്കിലും ഞാൻ എൻ്റെ പള്ളിയിലെ മുഴുവൻ വീടുകളും സന്ദർശിച്ചിരിക്കും. ആളുകളെ വ്യക്തിപരമായി പ്രത്യേകിച്ച് പേരുകൊണ്ട് ഞാനറിയും. ഇൻറ്റിമസി ഉണ്ടാക്കി. അത് എനിക്കത് ഏറ്റവും കൂടുതൽ കിട്ടിയത് സക്രിയാസ് തിരുമേനി ഒരു ഗുരു എന്നുള്ള നിലയിൽ എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചതിലൂടെയാണ്. ഞാൻ അവരുടെ 2 പേരുടെയും കൂടെ ദീർഘനാളുകൾ ശുശ്രൂഷ ചെയ്തെങ്കിലും സക്രിയാസ് തിരുമേനിയുടെ ഊഷ്മളമായ ബന്ധം നമ്മളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അതുപോലെ തന്നെ പ്രോത്സാഹനം ഭയങ്കരമായിട്ട്. അതെ, അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ചതിലൂടെ എനിക്ക് സമ്പാദിക്കാൻ സാധിച്ച അറിവ്, ഞാൻ വെറും BA BD ബിരുദമേ എനിക്കൊരു ഏൺഡ് ബിരുദമുള്ളൂ. എന്നാൽ എൻ്റെ ഭാഷ, എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാനുള്ള ലീഡർഷിപ്പ്, അതെല്ലാം എന്നിൽ ഇംബൈബ് ചെയ്തു തന്നത്
സക്രാസ് തിരുമേനി. അത് എന്താ നമ്മുടെ ഒരു വില്ലിങ്നെസ് ആണ്. ഈ തിരുമേനിമാരായാലും സീനിയർ അച്ഛന്മാരായാലും ഗുരുക്കന്മാരാണെന്നുള്ളൊരു ചിന്തയിൽ അവരിൽ നിന്ന് ആർജിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അച്ഛൻ മുമ്പേ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. VM ഔറാച്ചൻ എൻ്റെ ഒരു ഉപ്പാപ്പനായിട്ട് വരും. ഉപ്പാപ്പനാണ്. അച്ഛൻ എന്നെ ഇതുപോലെ BDK പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് പോകും. അച്ഛൻ്റെ അടുത്ത് പോയി ധർമ്മഗിരിയിൽ ലാസ്റ്റ് ഇരിക്കുമ്പോൾ, മാരാമൺ കൺവെൻഷൻ ഇരിക്കുമ്പോൾ അച്ഛൻ തരുന്ന പ്രചോദനം തരുന്ന, ഗുണം തരുന്ന ചില കാര്യങ്ങളുണ്ട്. ഹൗസ് വിസിറ്റിന് പോകുമ്പോൾ എങ്ങനെയാണ് പോകേണ്ടത്? പക്ഷേ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, ഹൗസ് വിസിറ്റിന് പോകുമ്പം കൂടെ ഒരാൾ വേണം, ഭാര്യ ഉണ്ടാവണം, അല്ലെങ്കിൽ ഫ്രീഡം വേറെ ഉണ്ടാവണം, അല്ലെ ഒരു ചെറിയ ബാലൻ ഉണ്ടാവണം, ഒരു യൂത്തിലെ ഒരാളുണ്ടാവും. നമ്മളൊക്കെ അച്ഛന്മാരുടെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചില പ്രചോദനങ്ങൾ കിട്ടുമ്പോൾ നമ്മളത് ഏറ്റെടുക്കാൻ തയ്യാറാവും. നമ്മൾ മെടുക്കാനൊന്നുമല്ല, സാധാ മനുഷ്യരാണ്, ദൈവമാണ് ഉപയോഗിക്കുന്നത്. അച്ഛൻ പറഞ്ഞ പോലെ അവസരങ്ങൾ കിട്ടുന്നു. സക്കരാസ് തിരുമേനിയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനോട് സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ പോയിട്ടുണ്ട് കോൺഫറൻസിന്. അപ്പോൾ അദ്ദേഹം പ്രസംഗം കേട്ട് കഴിയുമ്പം പറയും, ഇനിയിപ്പം റിസർച്ച് വർക്ക്, ഡോക്ടർ സ്റ്റഡി ചെയ്യണം. സ്നേഹം, ഊഷ്മളത, തിയോഡോഷ്യസ് തിരുമേനി, ജോസഫ് മാർത്തോമ, അവരൊക്കെ ഗുരുക്കന്മാരായി കാണുമ്പോൾ നമ്മളൊക്കെ താണ ആളുകളാണ്, നമുക്ക് അവരിൽ നിന്ന് പഠിക്കാനുണ്ടെന്നുള്ളൊരു ദർശനം ഉണ്ടാവണം. അച്ഛനത് പറഞ്ഞു കഴിഞ്ഞല്ലോ. അച്ഛൻ കുടുംബം, പിന്നെ കൊച്ചമ്മ, മക്കൾ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ സഹധർമ്മിണി ജെസ്സി കിടങ്ങന്നൂർ സെൻറ് തോമ ഇടവക്കാരിയാണ്. ഇഞ്ചക്കിലേത്ത് എന്ന് പറയുന്ന വീട്ടിലാണ്. ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദർ നമ്മുടെ സഭയിലെ ഒരു പ്രശസ്തനായ വൈദികനായിരുന്നു. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത മകൾ എലീസ, അവൾ അമേരിക്കയിലെ ബോസ്റ്റണിൽ താമസിക്കുന്നു. രണ്ടാമത്തെ മകൾ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റാണ്, അവൾ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നു. അച്ഛാ, ഇത്ര നേരം അച്ഛൻ്റെ ദർശനങ്ങൾ പങ്കുവച്ചു. അഡ്മിനിസ്ട്രേഷനും പാരിഷ് മിനിസ്ട്രിയും, അത് രണ്ടും എങ്ങനെയാണ്, രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഇൻ്റഗ്രിറ്റി ഉള്ളവനായിരിക്കണമെന്നൊക്കെ പറഞ്ഞു. പുരോഹിതൻ്റെ ദർശനങ്ങൾ പങ്കുവച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അച്ഛനോട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് കണ്ടുമുട്ടാം.